Okay, so നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് iQOOന്റെ iQOO 7 ആണ്. ഒരുപാട് റിവ്യൂസിൽ ഒരുപാട് അൺബോക്സിംഗ് വീഡിയോസിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺസ് ആണ്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺസ് ആണ്. അതിനോടൊപ്പം തന്നെ ഈ ഫോണിൽ 2 ചിപ്പ് വരുന്നുണ്ട്. ഒരു നോർമൽ ചിപ്പ് എന്തായാലും ഉണ്ട്, പ്രൊസസ്സറുള്ള ചിപ്പ് എന്തായാലും വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു IDC ചിപ്പും വരുന്നുണ്ട്. എന്ന് പറയുകയാണെങ്കിൽ ഇൻ്റലിജൻറ്റ് ഡിസ്പ്ലേ ചിപ്പും വരുന്നുണ്ട്. നമുക്ക് നോക്കാം ആ ഒരു ചിപ്പ് വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഓക്കെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഇതാണ് iQOOന്റെ iQOO 7ൻ്റെ പാക്കേജിങ്. ബ്ലാക്ക് ബോക്സിലാണ് വന്നിരിക്കുന്നത്. ഒരു കളർഫുൾ 7 ഇവിടെ വരച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്യാം. മോൺസ്റ്റർ ഇൻസൈഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു പാക്കേജിങ് പുറത്തെടുക്കാം. ഈ പാക്കറ്റിൻ്റെ അകത്തായിരുന്നു ഡോക്യുമെൻറ്റേഷൻ ആൻഡ് സിം ഇജക്ടർ പിൻ. ഫോൺ നമുക്ക് മാറ്റി വെക്കാം. ഒരു സിലിക്കൺ TPU കേസും വരുന്നുണ്ട്, ടൈപ്പ് C ചാർജിങ് കേബിൾ, പിന്നെ ഫൈനലി 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. സോ ഇതാണ് iQOOന്റെ iQOO 7. വളരെ മിനിമലിസ്റ്റിക്കും വളരെ സിമ്പിൾ ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ്സ് ഗുഡ്. ആവശ്യമില്ലാത്ത ഒരു ബ്രാൻഡിങ്ങും വലിയ അക്ഷരങ്ങളൊന്നും വരുന്നില്ല. സിംപ്ലിസ്റ്റിക് ലുക്കാണ്. iQOOന്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, വേറെ ഒന്നും എഴുതിയിട്ടില്ല. സോ പ്ലെയിൻ സിംപ്ലിസ്റ്റിക് ക്ലാസി ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. AG മാറ്റ് ഗ്ലാസ് ആണ്. സോ ഒരു ഗ്ലോസി ലുക്ക് അല്ല, ഒരു മാറ്റ് ലുക്കാണ്. ഈ ഫോണിൻ്റെ 2 കളർ ഓപ്ഷൻസ് ഉണ്ട്, ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ഒബ്വിയസ്ലി നമ്മുടെ കയ്യിലുള്ള ഫോണാണ് ബ്ലൂ വേരിയൻറ്റ്. പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് വരുന്നത്. അത്യാവശ്യം ലൈറ്റ് ഫോണാണ്, അങ്ങനെ ഹെവി അല്ല എന്നാൽ ഭയങ്കര ലൈറ്റും അല്ല. ഒരു 197 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ്. പ്രീ അപ്ലൈഡ് സ്ക്രാച്ച് ഗാർഡ് വരുന്നുണ്ട്, അത് നല്ലതാണ്. സോ ബാക്കിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പം ആ ഒരു കളർ, ഒരു ലൈൻ ഇങ്ങനെ ഷിഫ്റ്റ് ആവുന്ന പോലെ തോന്നുന്നുണ്ട്. സോ നല്ലൊരു സിംപ്ലിസ്റ്റിക് സ്റ്റിൽ സ്റ്റൈലിഷ് ലുക്ക് തന്നെയാണ്. ബോക്സിൽ കൊടുത്തിരിക്കുന്ന TPU കേസ് നമുക്ക് ഇട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നോ ഇഷ്യൂ വിത്ത് ദ TPU കേസ്, നല്ല രീതിയിൽ ഫിറ്റ് ആവുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. സോ നോ ഇഷ്യൂസ്, ഗുഡ് TPU കേസ്. ഫോണിൻ്റെ ടോപ്പ് സൈഡിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്. റൈറ്റ് സൈഡിൽ വോളിയം റോക്കർ ആൻഡ് പവർ ബട്ടൺ. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ്. ബോട്ടം സൈഡിൽ സ്പീക്കേഴ്സ് ഉണ്ട്, ടൈപ്പ് C പോർട്ട്, മൈക്ക് ആൻഡ് സിം ട്രേ. ഡുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. സോ 2 നാനോ സിം ഇടാൻ പറ്റും, പക്ഷേ മൈക്രോ SD കാർഡിന് വേണ്ടിയുള്ള സ്ലോട്ട് ഇല്ല. iQOO 7ൽ നല്ലൊരു AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 6.62 ഇഞ്ചിൻ്റെ ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. 300 ഹെർട്സിൻ്റെ ആണ് ടച്ച് സാമ്പിളിംഗ്. HDR10+ൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സ്കോട്ട് സെൻസേഷൻ അപ്പ് ആണ്. ഗ്ലാസ് പ്രൊട്ടക്ഷൻ. 1300 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. സെൻട്രൽ പഞ്ച് ഹോൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് ബേസിക് സ്പെസിഫിക്കേഷൻസ്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേൻ്റെ ഫസ്റ്റ് ലുക്ക് എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. കാരണം ഒരു AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്, പഞ്ചി കളേഴ്സ് ആണ്, നല്ല വ്യൂവിംഗ് ആംഗിൾസ് കൂടി വരുന്നുണ്ട്. സോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സ്ക്രീൻ ടിൽറ്റ് ചെയ്താലും ഡാർക്കനിങ് അല്ലെങ്കിൽ ടിൻറ്റിങ് ഇഷ്യൂ, ആവശ്യമില്ലാത്ത കളർ കയറി വരുന്ന സംഭവം ഒന്നും വരുന്നില്ല. നല്ല ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ കോൺട്രാസ്റ്റും നല്ല ഡീപ്പ് ബ്ലാക്സ് ഉള്ള ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് ലെഫ്റ്റ് റൈറ്റ് ബെസൽസ് ഒക്കെ നല്ല തിൻ ആണ്, നോ ഇഷ്യൂസ്, നല്ലൊരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് കിട്ടും. ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ കയറി നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ്, പ്രൊഫഷണൽ, ബ്രൈറ്റ് സെറ്റിംഗ്സ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് കളർ പാറ്റേൺ ഒക്കെ മാറ്റാൻ കഴിയും. പിന്നെ റിഫ്രഷ് റേറ്റിൻ്റെ സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ സ്മാർട്ട് സ്വിച്ചിൻ്റെ ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. ഈ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോൺ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റ് അനുസരിച്ച് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് ചേഞ്ച് ചെയ്യും. ചില ഫോൺസിൽ ഇങ്ങനത്തെ സ്മാർട്ട് റിഫ്രഷ് റേറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ സ്റ്റട്ടറിംഗ് ഒക്കെ വരാറുണ്ട്. പക്ഷേ ഇതിൽ ഞാനൊരു സ്റ്റട്ടറിംഗ് ഞാൻ ഫേസ് ചെയ്തില്ല. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. പിന്നെ വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ ആമസോൺ പ്രൈം ആണെങ്കിലും നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ഫുൾ HD കണ്ടന്റ്, സോ 1080p കണ്ടന്റ് ആസ്വദിക്കാൻ കഴിയും. അതിനോടൊപ്പം തന്നെ HDR10+ൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് HDR വീഡിയോസും കാണാൻ കഴിയും. സോ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും HDR വീഡിയോസ് HDR ക്വാളിറ്റിയിൽ കാണാൻ കഴിയും. സോ അതും ഒരു പ്ലസ് പോയിന്റ് ആണ്. ഒരു AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് iQOO ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബൈ ഡിഫോൾട്ട്, അതായത് ഔട്ട് ഓഫ് ദ ബോക്സ് ഈ ഒരു ഫീച്ചർ സ്വിച്ച്ഡ് ഓഫ് ആണ്. സോ നിങ്ങൾ വേണം ഇത് സ്വിച്ച് ഓൺ ചെയ്യാൻ വേണ്ടി. വളരെ ഈസിയാണ്. സെറ്റിംഗ്സിൽ പോയിട്ട് ലോക്ക് സ്ക്രീൻ ആൻഡ് വാൾപേപ്പർ, ഇവിടെ ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇത് ടേൺ ഓൺ ചെയ്താൽ മതി. പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ വേറെ ഒരുപാട് സ്റ്റൈലും ഒരുപാട് കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾ ഓഫ് സ്ക്രീൻ സ്റ്റൈൽസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ
ഇവിടെ കണ്ടില്ല ഒരുപാട് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും ഒരുപാട് നല്ല നല്ല കസ്റ്റമൈസേഷൻ ഫീച്ചർ വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു രീതിയിലുള്ള ഒരു പേഴ്സണലൈസ്ഡ് സ്റ്റൈലും ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയപ്പെടുന്ന ഇതിൻ്റെ പെർഫോമൻസ് കാറ്റഗറി അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് നോക്കാം. സോ ഈ ഒരു ഫോൺ 3 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. 8GB 128GB, 8GB 256GB, ടോപ്പ് വേരിയൻ്റ് ആണ് 12GB 256GB. നമ്മുടെ കയ്യിലുള്ള വേരിയൻ്റ് ആണ് 12GB 256GB. റാം ടൈപ്പ് LPDDR4X ആണ്. UFS 3.1 സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു UFS 3.1 സ്റ്റോറേജ് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്റ്റോറേജ് ആണ്, അതായത് ലേറ്റസ്റ്റ് ഫോൺ സ്റ്റോറേജ് ആണ് UFS 3.1. സോ തീർച്ചയായിട്ടും നല്ല റീഡ് റൈറ്റ് സ്പീഡ് കിട്ടുന്നുണ്ട്. ഈ ഫോണിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ് ആണ് ക്വാൾകോമിൻ്റെ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 870 5G ചിപ്സെറ്റ്. 7 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. ഒക്ടാ കോർ ആണ്. 3.2 GHz ടോപ്പ് ക്ലോക്ക് സ്പീഡ് ഉണ്ട്. Adreno 650 ആണ് ഇതിൻ്റെ GPU. സോ തീർച്ചയായിട്ടും നല്ല ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് തന്നെയാണ്. PUBG ആണെങ്കിലും കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ ആണെങ്കിലും ടോപ്പ് ഗ്രാഫിക് സെറ്റിംഗ്സ് നമുക്ക് കളിക്കാൻ കഴിയുന്നുണ്ട്. സോ നോ ഇഷ്യൂസ്. PUBG ആണെങ്കിൽ നിങ്ങൾക്ക് HDR എക്സ്ട്രീം വരെ നിങ്ങൾക്ക് കളിക്കാൻ കഴിയുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്. സ്മൂത്ത് ഗെയിം പ്ലേ തന്നെയാണ്. സോ HDR എക്സ്ട്രീമിലും സ്മൂത്ത് ഗെയിം പ്ലേ ആണ്. സ്മൂത്ത് എക്സ്ട്രീം പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല, നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് തന്നത്. അങ്ങനെ ഫ്രെയിം ഡ്രോപ്സ് ഒന്നും ഞാനൊന്നും ഫേസ് ചെയ്തില്ല. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. നിങ്ങൾക്കൊരു ഡെഡിക്കേറ്റഡ് PUBG ഗെയിമിംഗ് റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോൻ്റെ ഇൻട്രോയിൽ ഞാനൊരു ചിപ്പ് മെൻഷൻ ചെയ്തിരുന്നു, IDC, അതായത് ഇൻ്റലിജൻറ്റ് ഡിസ്പ്ലേ ചിപ്പ്. ഈ ഒരു ചിപ്പ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. SDR ഗെയിം പ്ലേ നമുക്ക് HDR ഗെയിം പ്ലേയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എന്ന് പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ടു ഹൈ ഡൈനാമിക് റേഞ്ചിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ സ്റ്റിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും വരുന്നുണ്ട്. സോ ഷാഡോസിലും ഹൈലൈറ്റ്സിലും കുറച്ചും കൂടി ഡീറ്റെയിൽസ് കയറി വരുന്നുണ്ട്. ഈ ഒരു ചിപ്പ് ഉണ്ടല്ലോ, ഈ ചിപ്പ് MEMC ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പം ഫ്രെയിംസ് ഉണ്ടല്ലോ, സോ 60 FPS നമ്മൾ കളിക്കുന്നതെങ്കിൽ എല്ലാ 2 ഫ്രെയിംസിൻ്റെ നടുവിൽ ഒരു വെർച്വൽ ഫ്രെയിം കയറ്റിയിട്ട് ഈ ഒരു FPS 120 FPS അവർ കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. iQOO ഇതിനെ ഗെയിം ഫ്രെയിം റേറ്റ് ഇൻ്റർപോളേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, നമുക്ക് കുറച്ചും കൂടി സ്മൂത്ത്നെസ് നമുക്ക് അറിയാൻ കഴിയും. പക്ഷേ ഓൾറെഡി ഗെയിം നല്ല സൂപ്പർ സ്മൂത്ത് ആണ്, നല്ല ഹൈ സെറ്റിങ്സിലാണ് വർക്ക് ആവുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കരമായൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ നോട്ടീസ് ചെയ്യില്ല. പക്ഷേ സ്റ്റിൽ ഗെയിം ഓൾറെഡി സൂപ്പർ സ്മൂത്ത് ആണ്. സോ ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. സോ ഈ ഗെയിം ഫ്രെയിം റേറ്റ് ഇൻ്റർപോളേഷൻ അല്ലെങ്കിൽ FPS കൂട്ടുന്നൊരു വിദ്യ ഉണ്ടല്ലോ, ഇത് കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിൽ വർക്കാവുന്നുണ്ട്. ഫ്രീ ഫയർ എനിക്കറിയില്ല കേട്ടോ, ഫ്രീ ഫയറിൽ വർക്കാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല. പക്ഷേ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിൽ ഇത് വർക്കാവുന്നുണ്ട്. PUBGയിൽ ഇതിൻ്റെ ഓപ്ഷൻ തെളിഞ്ഞു വരുന്നില്ല. എന്ന് പറയുകയാണെങ്കിൽ എനേബിൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ വന്നു കഴിഞ്ഞ് അതുമായിട്ട് ചിലപ്പോൾ ഇവരിത് സിങ്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് ആയ ഒരു കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. 6000 mm² ഗ്രഫൈറ്റ് ലെയർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വലിയ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ചെറിയ രീതിയിൽ വാമാവും, അത് നോർമലാണ്. ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് നോർമലാണ്. അങ്ങനെ വലിയ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു ഗെയിമിംഗ് റിവ്യൂ, ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും ഹീറ്റ് ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ എന്ന്. ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് ലീനിയർ മോട്ടർ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ലീനിയർ മോട്ടർ ഇവർ ഗെയിമിങ്ങിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് 4D ഗെയിം വൈബ്രേഷൻ്റെ ഒരു ഫീച്ചർ ഉണ്ട്. ആ ഫീച്ചർ നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റും. ഫയർ ചെയ്യുമ്പോഴും പിന്നെ ആ ഒരു മ്യൂസിക്കൊക്കെ സസ്പെൻസ് മ്യൂസിക് കയറി വരുമ്പോൾ ആ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലുമായിട്ട് നല്ല രീതിയിൽ അത് സിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുമ്പോൾ നല്ല രീതിയിൽ അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ വൈബ്രേഷനൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു എക്സ്ട്രാ ലെയർ ഓഫ് എൻ്റർടൈൻമെൻറ്റ്, ഒരു എക്സ്ട്രാ ലെയർ ഓഫ് എക്സ്പീരിയൻസ് ആണ് വൈബ്രേഷൻ തരുന്നത്. ഈ ഫോണിൻ്റെ AnTuTu സ്കോർ ഓൾമോസ്റ്റ് 6.4 lakhs ആണ് വന്നത്. അതിനോടൊപ്പം തന്നെ ക്ലോസ് ടു 88% ത്രോട്ട്ലിംഗ് പെർഫോമൻസ് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് റിയലി നൈസ്. സോ തീർച്ചയായിട്ടും ഈ ഒരു ചിപ്സെറ്റ് നല്ല രീതിയിൽ ഇവർ ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് ഗെയിമിങ്ങിലും നോർമൽ പെർഫോമൻസിലേക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ നല്ല രീതിയിൽ നല്ല നോർമൽ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഒരു ഇഷ്യൂ ഇല്ല. സ്വൈപ്പ് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആപ്പൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഒരു ഇഷ്യൂവും വരുന്നില്ല. നല്ല സ്മൂത്ത് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഇതിൽ ഔട്ട് ഓഫ് ദ ബോക്സ് Android 11 വരുന്നുണ്ട് വിത്ത് ഫൺ ടച്ച് OS 11.1. നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഫൺ ടച്ച് OS. സോ ഞാൻ വീണ്ടും അത് എടുത്ത് കാണിക്കുന്നില്ല. അത്യാവശ്യം നല്ലൊരു UI തന്നെയാണ്. ഇതിലും ആ ഒരു ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസിൻ്റെ സംഭവങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലെങ്കിലും iQOO അതെടുത്ത് മാറ്റണം. സോ 30,000 പ്രൈസ് സെഗ്മെൻറ്റിലെങ്കിലും ആ ഒരു ഹോട്ട് ഗെയിംസും ഹോട്ട് ആപ്സിൻ്റെ ആപ്പ് എടുത്ത് മാറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടും. അതേ രീതിയിൽ ഗൂഗിൾ ക്രോം തുറക്കുമ്പോഴും ആ ഒരു ആഡ്സ് ഒക്കെ വരുന്നുണ്ട്.
ചെറിയ രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുണ്ട്. iQOO 7-ൽ 2 വർഷത്തെ OS അപ്ഡേറ്റ് iQOO പ്രോമിസ് ചെയ്തിട്ടുണ്ട്. എന്ന് പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്. സോ ഇപ്പോൾ 11 ആണുള്ളത്, 12 and 13 iQOO പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 3 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റും വരും. 48 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 48 മെഗാ പിക്സലിൻ്റെ സോണീൻ്റെ IMX598 സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ OISൻ്റെ ഫീച്ചറും ഉണ്ട്. കൂടെ 13 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ക്യാമറ വരുന്നുണ്ട്. ഈ ഒരു ക്യാമറ വെച്ച് നമുക്ക് മാക്രോ ഫോട്ടോസും എടുക്കാൻ കഴിയും. തേർഡ് ക്യാമറയാണ് 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത്. മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ 4K 60 FPS ആണ്. സോ ഫോട്ടോസിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഫോട്ടോസാണ് വരുന്നത്. നല്ല ക്ലിയർ ആണ്, നല്ല ഡൈനാമിക് റേഞ്ച് ഒക്കെ വരുന്നുണ്ട്. നോ ഇഷ്യൂസ്. കാരണം ഇത്രയും പവർഫുൾ ആയ ഒരു ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് നല്ല ഫോട്ടോ പ്രോസസ്സിങ്, നല്ല വീഡിയോ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. നോ ഇഷ്യൂസ്. നോർമൽ ഫോട്ടോസ് ആണെങ്കിലും സീനറി ആണെങ്കിലും ഹ്യൂമൻ സബ്ജക്ട്സ് ആണെങ്കിലും കളർ നല്ല ആക്യുറേറ്റ് ആണ് വരുന്നത്. ചെറിയ രീതിയിലുള്ള ഒരു ബൂസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഓക്കെ. ഐ പ്ലീസിങ് ഫോട്ടോസാണ് ഈ ഫോൺ തരുന്നത്. ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ ഫോട്ടോ നമ്മൾ ഷെയ്ഡിലെടുക്കുമ്പോൾ ചെറിയ രീതിയിൽ വെളുപ്പിക്കൽ നടക്കുന്നുണ്ട് ഫേസിൽ. അപ്പം ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചു തരാം. ആ ഫേസൊക്കെ കണ്ടമാനം വെളുത്തിരിക്കുകയാണ്. സോ ചെറിയ രീതിയിലുള്ള ട്വീക്കിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ നല്ലതാണ്, ഡീറ്റെയിൽസും കളറൊക്കെ നല്ലതാണ്. പക്ഷേ ബ്രൈറ്റ്നസ് ലേശം കൂടുതലാണ്. സ്പെഷ്യലി ഫേസിലൊക്കെ നല്ല രീതിയിൽ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. അൾട്രാ വൈഡ് ക്യാമറ പെർഫോമൻസും നല്ലതാണ്. ഒബ്വിയസ്ലി പ്രൈമറി സെൻസറിൻ്റെ ഒരു ഡീറ്റെയിൽ കിട്ടില്ല. സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. നല്ല കളേഴ്സ് ഉണ്ട്. മങ്ങിയ ഫോട്ടോസ് അല്ല വരുന്നത്. നല്ല കളേഴ്സ് ഉണ്ട്. നല്ല അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. മാക്രോ ഫോട്ടോഗ്രാഫി ഇറ്റ്സ് ഓക്കെ. ഇതിലുള്ള അൾട്രാവൈഡ് ക്യാമറ വെച്ച് അത്യാവശ്യം നല്ല മാക്രോസ് ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി ക്ലോസ് പോകാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഫോട്ടോസ് കിട്ടിയേനെ. സോ ഇതാണ് 4K 30 FPS. ഈ ഫോണിൽ OIS ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റെബിലൈസ്ഡ് വീഡിയോ ആണ് കിട്ടുന്നത്. അങ്ങനെ ഭയങ്കരമായ മൂവ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഫാസ്റ്റ് നടക്കുമ്പോഴും നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. കാരണം അത് OIS ആണ്, EIS അല്ല. സോ അതൊരു പോസിറ്റീവ് പോയിന്റ് തന്നെയാണ്. പതിനാറ് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഇംപ്രസീവ് സെൽഫി ക്യാമറ പെർഫോമൻസ് ആണ്, പറയാതിരിക്കാൻ വയ്യ. നല്ല ഫോട്ടോസാണ് കിട്ടുന്നത്. സ്പെഷ്യലി ഫേസിൻ്റെ കളേഴ്സൊക്കെ നല്ല ആക്യുറേറ്റ് ആണ്. അങ്ങനെ ആവശ്യമില്ലാത്ത കളേഴ്സൊന്നും കയറി വരുന്നില്ല. നല്ല ക്രിസ്പാണ്. ഈവൻ പോർട്രേറ്റ് നല്ല രീതിയിൽ വരുന്നുണ്ട്. പിന്നെ ആ ഒരു iQOO Z3 ഉള്ള ഒരു ബഗ് ഉണ്ടായിരുന്നല്ലോ, പോർട്രേറ്റ് സെൽഫിയുടെ ബഗ്, ഇതിലും വരുന്നുണ്ട്. ചിലപ്പോഴൊക്കെ വർക്കാവുന്നില്ല, ചിലപ്പോൾ വർക്കാവുന്നുണ്ട്. ഓക്കെ, സോ ഒരു സോഫ്റ്റ്വെയർ ഗ്ലിച്ചാണെന്ന് തോന്നുന്നു. iQOO ഇത് ശരിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓക്കെ. പക്ഷേ പോർട്രേറ്റ് വരുമ്പോൾ നല്ല പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയാണ്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. സോ ഷെയ്ഡ് ആണെങ്കിലും വെളിച്ചമാണെങ്കിലും നല്ല ലൈറ്റ് കൺട്രോളാണ്. സോ ഇതാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ വീഡിയോ പെർഫോമൻസ്. ഞാൻ എടുക്കുന്നത് 1080p 30 FPS-ലാണ്. സോ കുഴപ്പമില്ല, നല്ല എക്സ്പോഷറാണ്. സ്കിന്നിൻ്റെ കളേഴ്സൊക്കെ നല്ല ക്ലിയർ ആണ്. ബാക്ക്ഗ്രൗണ്ടും നല്ല ക്ലിയർ ആണ്. ഇഷ്യൂ ഒന്നുമില്ല. എനിക്കങ്ങനെ ഇഷ്യൂ ഒന്നും തോന്നിയില്ല. നല്ല സെൽഫി ക്യാമറ വീഡിയോ പെർഫോമൻസ് തന്നെയാണ്. പക്ഷേ സ്റ്റെബിലൈസേഷൻ കിട്ടുന്നില്ല. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റെബിലൈസേഷൻ കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഫ്രണ്ട് ക്യാമറയിൽ സ്റ്റെബിലൈസേഷൻ കിട്ടുന്നില്ല. പിന്നെ ഇതിൻ്റെ ക്യാമറ UIയിൽ എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രോ മോഡ് ഉണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് വൈറ്റ് ബാലൻസും ISO അതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ പ്രോ മോഡ് വരുന്നുണ്ട്. പിന്നെ ലോങ് എക്സ്പോഷർ മോഡും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് കുറഞ്ഞ ഷട്ടർ സ്പീഡിലും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. സ്റ്റാർസിൻ്റെ ഫോട്ടോസ്, നക്ഷത്രങ്ങളുടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി, പിന്നെ ഈ ട്രെയിൽ ലൈറ്റ്, വാട്ടർഫോളിൻ്റെ ഫോട്ടോസ്, അതിനുവേണ്ടി സെപ്പറേറ്റ് മോഡ്സ് ഇവർ കൊടുത്തിട്ടുണ്ട്. സോ അതും നല്ലതാണ്. പിന്നെ ഒരു ഡബിൾ എക്സ്പോഷർ മോഡ് വരുന്നുണ്ട്. അതായത് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറ ഫോട്ടോസ് ഒരുമിച്ച് വരുന്നൊരു സംഭവമാണ്. ഇതെവിടെ യൂസ് വരും എന്നെനിക്കറിയില്ല. പക്ഷേ സ്റ്റിൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫീച്ചറാണ് അവർ കൊടുത്തിട്ടുണ്ട്. 4400 mAh ഒരു ഡീസൻറ്റ് സൈസ് ബാറ്ററി വരുന്നുണ്ട്. 66 വാട്ടിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. സോ ഈ ഒരു ചാർജർ വെച്ച് നിങ്ങൾ ഈ ഒരു ഫോൺ ചാർജ് ചെയ്യുകയാണെങ്കിൽ 0 to 100% ഈസ് വിത്തിൻ 30 minutes. അതായത് അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഫുൾ ചാർജ് ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആണ്. നെക്സ്റ്റ് ഈ ഫോണിൻ്റെ ഓഡിയോ പെർഫോമൻസ് നോക്കാം. സോ ഈ ഫോണിൽ ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. സോ ഹെഡ്ഫോൺ ജാക്കിൻ്റെ പോർട്ടില്ല, അക്കാര്യം ഓർക്കണം. ഞാൻ TWSഉം പിന്നെ USB Type-C പോർട്ടുള്ള ഹെഡ്ഫോണൊക്കെ കുത്തി നോക്കിയിരുന്നു. നല്ല പെർഫോമൻസ് ആണ്, നല്ല ഓഡിയോ പെർഫോമൻസ് ആണ്, അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. സോ നല്ല ലൗഡാണ്, നല്ല ക്ലിയർ ആണ്. സോ ഗെയിമിങ്ങിലൊക്കെ നല്ല ഹെൽപ്ഫുൾ ആണ്. സോ നിങ്ങൾക്ക് ഹെഡ്ഫോൺ ഫിറ്റ് ചെയ്യാതെ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും നല്ല ഒരു സെപ്പറേഷൻ വരുന്നുണ്ട്, നല്ല ഒരു ലെഫ്റ്റ് റൈറ്റ് സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. സോ അതും നല്ലതാണ്.
ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറുടെ ഓപ്ഷൻ വരുന്നുണ്ട്. നല്ല ഫാസ്റ്റ് ആണ്, സെക്യൂർ ആണ്, ഒരു ഇഷ്യൂ ഇല്ല. ലൈറ്റ്നിങ് ഫാസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഫേസ് അൺലോക്കും സിമിലർലി ഭയങ്കര ഫാസ്റ്റ് ആണ്. എനിക്ക് ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. കാരിയർ എഗ്രിഗേഷൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഡ്യുവൽ 5G സ്റ്റാൻഡ് ബൈൻ്റെ സപ്പോർട്ട് ഉണ്ട്. വൈഫൈ കോളിംഗ് ഉണ്ട്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉണ്ട്. സോ ഒരു ഡെഡിക്കേറ്റഡ് ആയ ലീനിയർ മോട്ടർ കൊടുത്തിട്ടുണ്ട്. സോ നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ് കിട്ടുന്നത്. ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. FM റേഡിയോൻ്റെ ഓപ്ഷൻ വരുന്നില്ല. ക്യാമറ ടു API എനേബിൾഡ് ആണ്. SAR വാല്യൂ ഈസ് അണ്ടർ ലിമിറ്റ്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് ആണ് 31,999, 30,999, 31,999 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. സോ ഓഫറൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 30ൻ്റെ താഴെ കിട്ടുന്നുണ്ട്. 30ൻ്റെ താഴെ എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ഓൾറൗണ്ട് ഫോൺസ് ആയിരിക്കും iQOOൻ്റെ 7. സ്പെഷ്യലി നിങ്ങൾ ഗെയിമിംഗ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ, എനിക്ക് ഇതുവരെ നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ആണ് കിട്ടിയത്. നമുക്ക് എന്തായാലും ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്ത് നോക്കാം. സ്റ്റിൽ എനിക്ക് അങ്ങനെ ഡൗട്ടൊന്നുമില്ല, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും വരാൻ പോകുന്നില്ല. സ്പെഷ്യലി നിങ്ങളുടെ ഒരു പ്രൈസ് കാറ്റഗറി 30,000, 32,000 ആണെങ്കിൽ നോക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ് iQOOൻ്റെ iQOO 7. വിവോൻ്റെ സർവീസ് സെൻറ്ററിൽ നിങ്ങൾക്ക് iQOO ഫോൺസും സർവീസ് ചെയ്യാൻ കഴിയും. സോ ഓക്കെ, കാരണം വിവോൻ്റെ സബ് ബ്രാൻഡാണ് iQOO. സോ തീർച്ചയായിട്ടും വിവോ സർവീസ് സെൻറ്ററിൽ നിങ്ങൾ നിങ്ങളുടെ iQOO ഫോൺസ് കൊണ്ടുപോയാൽ അവിടെ നിങ്ങൾക്കിത് സർവീസും റിപ്പയർ ഒക്കെ ചെയ്യാൻ കഴിയും. സോ നോ ഇഷ്യൂസ്. സോ ഇതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ about iQOOൻ്റെ iQOO 7. ബാക്കി നിങ്ങളുടെ ഒരു തോട്ട്സും നിങ്ങളുടെ ഫീഡ്ബാക്കും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.